ഹായ് ഫ്രണ്ട്സ്, ടൊരട്ട് പോവാം. നമ്മളെ ഹീറോയി പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഒരു സിഒ ജേഹുപ്പ് എപ്പോൾ മതിയൊരായിട്ടുള്ളതാണ്. ഹീറോയുടെ ഫ്രണ്ട് പറയുന്നതാണ്, ഈ മച്ചേ നമ്മളെ കമ്പനിയിൽ ജോബ് ചെയ്തത് എന്താ നീ പറയുന്ന ജോബാ എങ്ങനെടി അതിനെ മച്ചേ മറന്നുപോയോ എന്നിട്ട് മഞ്ജു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞായിരുന്നു. എന്നെ മഞ്ജു ഓടി വന്നു. മഞ്ജു ഇത് ഈ ഫയൽ ചെയ്യോ എന്ന് പറഞ്ഞ ഹീറോയി. മഞ്ജു ശരി മാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഓടിപ്പോയി മഞ്ജു. അതെ, ഹീറോയുടെ സെക്രട്ടറി ആയിരുന്നു മഞ്ജു. ശരി ഓക്കെ സാർ, മാം പറഞ്ഞ പോലെ ചെയ്യാം. അങ്ങനെ മഞ്ജു ഓടിപ്പോയി. അത് മാത്രമല്ല മഞ്ജു ഹീറോയിൻ്റെ ഫ്രണ്ടും ആണ്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് മഞ്ജു ഇവിടുന്ന് പോയി. ഇത് കീർത്തി പറയാൻ തുടങ്ങി. പ്രിയ എന്താണ് ഒരു ടെൻഷനുള്ളത്? എന്താണ് പറയാ, എനിക്ക് ജേഹപ്പിനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കോളേജിലൊരു ടെറർ പീസ്, അത് മാത്രമല്ല ഓഫീസിൽ ടെറർ പീസ്. ജേഹപ്പിൻ്റെ പേരിട്ട കൊളന്ത് ചൈൽഡിഷ് ചെയ്യണ നീ പോടി, അങ്ങനെ ഒന്നും പറയണ്ട. എന്നിട്ട് ഹീറോ ഒരുമാതിരിയാക്കായിരുന്നു. ശരി ജേഹപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ എന്ന് പറയുന്നു. സമാധാനമൊക്കെ ഹീറോയ്ക്ക് ഒരു കോൾ വന്നായിരുന്നു. ഹലോ, എന്താ ഡാഡ് നീ പറഞ്ഞ? എന്താ ഞാൻ പോകണം ഡാഡ്? അത് പറഞ്ഞേക്ക് നീ പോകണം ഡാഡ്. അതെനിക്ക് സെറ്റാവില്ല ഡാഡ്, പറഞ്ഞേക്ക് നീ പോമ്മ, പോയിട്ട് വാ ഡാഡി. എനിക്ക് എങ്ങനെ ഇപ്പം ഡാഡി മാരേജ്? ഇപ്പം മാരേജ് കഴിച്ച് പറ്റൂ, മനസ്സിലായാ? നിൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് എനിക്ക് ഡേറ്റ് ചെയ്യാൻ ഞാൻ ഒരാളെ അയച്ചു. പോ ഡാഡ് പോടുന്നു. അങ്ങനെ ഹീറോ ടെൻഷനിൽ പോയി. അങ്ങനെ ഹീറോയ്ക്ക് ഡേറ്റ് ചെയ്യാൻ പോയിരുന്നു. ഡേറ്റിംഗ് ചെയ്യാൻ അവൻ കൊറിയല്ല ജോബ് ചെയ്യുന്നത്. നീ കൊറിയക്ക് പോയിക്കോന്ന് ഹീറോയിനോട് പറഞ്ഞിരുന്നു. ശരി ഓക്കെ ഡാഡി പറഞ്ഞ മതി, ഞാൻ പോവാ കൊറിയക്ക്. അങ്ങനെ കൊറിയയിൽ വന്നു. ഒരു ഹോട്ടലിലുണ്ടായിരുന്നു. ജേഹപ്പ് ഉണ്ടായിരുന്നു. അതെ, ഈ ഫുറ്റിൽ മാതിരിയുള്ള ജേഹപ്പ് നോക്കായിരുന്നു. അങ്ങനെ ആ ചെക്കന് കൊറിയൻ ബോയ് ആയിരുന്നു. ഹീറോയ്ക്ക് കൊറിയൻ ബോയ് ചെന്നാൽ ഇഷ്ടമല്ലായിരുന്നു. ആ ചെക്കനെ കണ്ട ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ചെക്കന് ഒരു മാതിരി ഉണ്ടായിരുന്നു. ഹീറോയെ മനസ്സിലുള്ള തെറി പറയായിരുന്നു. എടാ നിന്നെ കല്യാണം കഴിച്ചാൽ എന്ത് സംഭവിക്കുമോ എനിക്കറിയില്ല, കാണുമ്പോൾ എന്തൊരു മങ്കി മാതിരി ഉണ്ട്. എനിക്ക് വേണ്ട എന്ന ഹീറോയെ വഴക്ക് പറയുന്നത്. കളർ കൊടുത്തിട്ട് വെച്ചിനല്ലേ കളർ കൊടുത്ത് വെച്ചു തലയിൽ എന്ന ഹീറോയെ വഴക്ക് പറയായിരുന്നു. ജേഹപ്പല്ലായിരുന്നു ഹീറോയിനെ ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു. ഹീറോയെ വഴക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയാണോ അങ്ങനെ ഹീറോയി പറയായിരുന്നു. ജേഹപ്പ് ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു ഹീറോയി. അതായത് ആ ചക്കനെ അങ്ങനെ കൈ ടച്ച് ആയിരുന്നു ഹീറോ തട്ടിയെടുത്ത്. പറഞ്ഞേക്ക് എനിക്ക് മേലെ ഇൻട്രസ്റ്റ് ഇല്ല, അത് മാത്രമല്ല എനിക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട്, മനസ്സിലാക്കിക്കോ. എൻ്റെ മാരേജെ കുറിച്ച് പറയാനല്ല, ഞാൻ അച്ഛനോട് പറയാൻ വെച്ചുപോയി. അങ്ങനെ പറഞ്ഞ് ആ ചെക്കനെ പിടിച്ചോ, നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല, നീ സിംഗിളാണല്ലേ ജേഹപ്പ് കേട്ടു. ജേഹപ്പ് പറഞ്ഞു എണിച്ചിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് നടന്നിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങി. അതെ, ഹോട്ടൽ എങ്ങനെ പറഞ്ഞാൽ ആർക്കും ഇല്ല, മാത്രം ക്യാമറ ഇല്ല, അത് അകത്ത് പറഞ്ഞ രണ്ടുപേരാണ്. ജേഹപ്പ് ഉണ്ടായിരുന്നു. അതന്നെ അതിനടുത്തുള്ളത് ജേഹപ്പ് പറഞ്ഞ ഒരു സീക്രട്ട്. അതൊരു സീക്രട്ട് ഹോട്ടലിൽ ബിസിനസ് മാൻ ഇങ്ങനെ വന്നാൽ അങ്ങനെയാണ്. ഹീറോ ആ ബിസിനസ് പറഞ്ഞ റൂമിൽ അവന് പറഞ്ഞ ലോക്കള് ജേഹപ്പക്കെല്ലാം കാണാൻ പറ്റുന്നത്. അകത്തുള്ളവർക്ക് പുറത്തുകൊണ്ട് നടക്കുന്നില്ല കാണാത്ത, പുറത്തുള്ളവർക്ക് അകത്ത് നിന്ന് നടക്കുന്നില്ല. ജേഹൂപ്പ് റൂമൊക്കെ അകത്ത് വന്ന ഹീറോയി ടെൻഷനില്ല. ബാത്റൂം പോകാൻ പറഞ്ഞ ജേഹൂപ്പ് റൂം പോയി. അങ്ങനെ ആ ചക്കനും അകത്ത് വന്നു. ജേഹൂപ്പ് എണിച്ച് അങ്ങനെ കൈ പിടിച്ചു. ജേഹൂപ്പ് വന്ന് കൈ പിടിച്ചു. അങ്ങനെ ആ ചക്കനും ജേഹൂപ്പിനെ നോക്കാൻ തുടങ്ങി. ജേഹൂപ്പ് പറഞ്ഞ മാസ്ക് ഇട്ടായിരുന്നു. അവർ വരുന്ന കണ്ട് അപ്പോൾ മാസ്ക് ഇട്ടായിരുന്നു. ജേഹൂപ്പ് പറയുന്നതാണ് ഈസ് മൈ എന്ത്. അങ്ങനെ ആ ചക്കന് ഷോക്കായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത്? ഹീറോ കേട്ടില്ലായിരുന്നു. അങ്ങനെ ഹീറോ അവിടെ ബാത്റൂമൊക്കെ പോയി. ഹീറോ അവിടെ ബാത്റൂം ഉണ്ടായി. ജേഹൂപ്പ് പറയുന്നത് ഈസ് മൈ എന്താ നീ പറഞ്ഞത്? നീ ഇവിടെ മാരേജ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ചക്കനാണ് മറുട്ടായിരുന്നു ജേഹൂപ്പ്. അങ്ങനെ ചെക്കനെ മറുട്ടായിരുന്നു. ജേഹൂപ്പ് പറഞ്ഞു വിട്ടായിരുന്നു. ആ ബോഡിഗാർഡ് പിടിച്ചോണ്ട് പോയി. ജേഹൂപ്പ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഹീറോ വെളിയിലൊന്ന് അപ്പോൾ ഇത് ചേഞ്ച് ആണല്ലോ. ജേഹൂപ്പോട് സോറി സാർ അങ്ങനെ പോകാൻ തുടങ്ങി. ജേഹൂപ്പ് വന്ന് സ്റ്റോപ്പ് എന്ന് പറഞ്ഞായിരുന്നു. ജേഹൂപ്പ് പറഞ്ഞു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. എന്താ സാർ നിങ്ങളെന്താ പറയുന്നത്? ജേഹൂപ്പ് എണിച്ച് വന്നു. ജേഹൂപ്പിനെ കൗത്തിലൊരു ഒരു മാല ഉണ്ടായിരുന്നു. അതെ, ഒരു മാല പറഞ്ഞാൽ അത് റിംഗ് ആയിരുന്നു. റിംഗ് പറഞ്ഞ ഹീറോയിനെ കൈ വെച്ച് നോക്കി. റിംഗ് ഹീറോയിനെ റിംഗ് ഇട്ട് കിസ് ചെയ്ത. അതിനെ കൊണ്ട് ഹീറോയി വഴക്ക് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താ ചെയ്യുന്നതെന്ന് ജേഹൂപ്പ് പറഞ്ഞു. എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയി എന്താ എന്ന് പറഞ്ഞ ഹീറോയി ഷോക്കായിരുന്നു. വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. ജേഹൂപ്പ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോയി. എന്ന ഹീറോയി ഷോക്കായിരുന്നു. അങ്ങനെ ജേഹൂപ്പ് വിളിച്ചുകൊണ്ട് പോയി. അതൊരു മാരേജ് കഴിക്കാൻ പോകുന്നു അവിടെ. അങ്ങനെ ജേഹൂപ്പ് പോയിട്ട് അങ്ങനെ ഹീറോയ്ക്ക് മനസ്സിലായില്ല. ഹീറോയി ഒന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെയായിട്ട് അകത്ത് പോയി ഫോട്ടോ എടുക്കുമെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ഫോട്ടോ എടുത്ത് അങ്ങനെ വൈറ്റ് ഡ്രസ്സാണ് ഹീറോയിട്ട്. ജേഹൂപ്പ് പറഞ്ഞ
ജേഹബ് പോയി ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് വന്നു. അവിടെ ഡ്രസ്സ് ചേഞ്ച് അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ആയിട്ട് പോയി ഡ്രസ്സ് അങ്ങനെ ഫോട്ടോ എടുത്ത് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഹീറോ സൈൻ ചെയ്യുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു സൈൻ ചെയ്യുന്നു. ഇങ്ങനെ വായിക്കാൻ ജേഹബ് പറയുന്നു. ഹീറോ മറന്ന് അതിൽ സൈൻ ചെയ്തു. ജേസ് ചെയ്തു. ശരി ഓക്കെ വാ എന്ന് പറഞ്ഞു. ഹീറോ ഇല്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞു ഹോട്ടൽക്ക്. അങ്ങനെ ജേഹബ് പറഞ്ഞു തുടങ്ങി ഹോട്ടൽക്കാ. അങ്ങനെ ഹീറോയിനെ കൂടെ വന്നു ജേഹബ്. അപ്പോൾ നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. ജേഹബ് എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ജേഹബ് പറഞ്ഞു നീ എൻ്റെ വൈഫാണ്. എന്താ പറയുന്നത്? മറന്നോ? നമുക്കിപ്പോൾ മാരേജായി എന്നാ ജേഹബ് പറഞ്ഞു. ഇത് കേട്ട് ഹീറോയ്ക്ക് ഇടി വീണാ മതി. ഇടി വീണാ മതി. എന്ത് മാരേജാ എന്ന് ഷോക്കായി. ഷോക്കാണ്ടാ ഹീറോയിനെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ജേഹബ് വിളിച്ചോണ്ട് കാറിൽ പോയി. അങ്ങനെ ഹീറോയ്ക്ക് കോൾ വന്നിരുന്നു. മോം ഡാഡ് എനിക്ക് മാരേജായി. ഇത് കേട്ട് അച്ഛൻ നമുക്ക് ഷോക്കായിരുന്നു. എന്ത് മാരേജാ? ഇതാ എൻ്റെ ഹസ്ബൻഡ് എന്ന്. അങ്ങനെ വീഡിയോ കോൾ ചെയ്തു അച്ഛന്. ആ ഹോബിയിലുണ്ട്. അച്ഛൻ നമുക്ക് ഷോക്കായിരുന്നു. ഇതെങ്ങനെ സെറ്റാന്ന്? ഇതെങ്ങനെ സെറ്റായപ്പോൾ എന്താ അമ്മക്ക് അച്ഛനൊക്കെ അറിയാം ഹീറോയ്ക്ക് ഹോബിയാണ് ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങനെ സെറ്റായത്? വീട്ടിൽ വന്ന് പറയാം. ജേഹബ് പറഞ്ഞിട്ട് ലീവ് പറഞ്ഞു. ഹീറോയിൻ കൂടി ഇന്ത്യക്ക് വന്നു. ജേഹബ് നാടും കാര്യമായിരുന്നു. അത് മാത്രമല്ല നെക്സ്റ്റ് ഫ്ലൈറ്റിൽ എൻ്റെ മോം ഡാഡി വരുമെന്ന് ജേഹബ് പറഞ്ഞു. അതിനായിട്ട് ഹീറോയ്ക്ക് ഇന്ത്യ സൈസ് മാരേജ് നടക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ജേഹബ് പറഞ്ഞു ഞാൻ കുറച്ച് നാൾ ഇവിടെ നിൽക്കാമെന്ന്. അങ്ങനെയായിട്ട് ജേഹബ് പറഞ്ഞായിരുന്നു. അങ്ങനെ ജേഹബ് പറഞ്ഞു എനിക്ക് നാളെ ഞാൻ പോകാമെന്ന് പറഞ്ഞായിരുന്നു. ജേഹബിൻ്റെ ഫാമിലി വന്നായിരുന്നു. ജേഹബ് പറഞ്ഞു എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജേഹബിൻ്റെ അച്ഛൻ അമ്മ ഫസ്റ്റ് ഫ്ലൈറ്റിൽ വന്നു. അങ്ങനെ ജേഹബ് പോയി ബാക്കി മെമ്പേഴ്സിനെ പോയിട്ട് വിളിക്കാൻ പോയിരുന്നു. ജേഹബിന് ബാക്കി സാധനം എടുക്കാൻ ജേഹബ് പോയിരുന്നു. അങ്ങനെ ലീവ് അത് ഇതെല്ലാം വേണ്ടിയിട്ട് ജേഹബ് അവിടെ സൈൻ ചെയ്തിട്ട് വരണം എത്ര നാൾ ലീവ് എന്ന്. അങ്ങനെ ജേഹബ് പോയിട്ട് അവിടെ കുറച്ച് നിന്ന് ബാക്കിയെല്ലാം ഉണ്ട് ജേഹബ് ഷൂട്ടിങ്. അതെല്ലാം കഴിഞ്ഞ ശേഷം ലീവ് കേട്ട് ജേഹബ് വന്നിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ അതെല്ലാം സംസാരിച്ചിട്ട് ജേഹബ് വന്ന് നോക്കുമ്പോൾ അച്ഛനമ്മ ഭയങ്കര ഹാപ്പിയാണ്. ജേഹബ് സ്മൈൽ ചെയ്തായിരുന്നു. പിന്നെ മാരേജ് വെക്കാൻ നല്ല നാളെ എന്ന് അവർ പറഞ്ഞായിരുന്നു. നമുക്ക് ഇന്ന് ഷോപ്പിംഗ് ചെയ്ത് ഹീറോയ്ക്ക് മാരേജ് ആയിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഹീറോയ്ക്കും ജേഹബുക്കും മാരേജ്